നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ അച്ചടക്ക നടപടിയുമായി കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിഖിൽ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. VS രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതികരണങ്ങളിലാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ കേവലം ആൾക്കൂട്ടമായി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും അത് ഫേസ്ബുക്കിൽ ഒക്കെ പരസ്യമായി തന്നെ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരസ്യമായി തന്നെ പ്രതികരിക്കുകയും ചെയ്ത നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു നോട്ടീസ് നൽകുമെന്ന്. അപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ള 2 നേതാക്കന്മാർക്കാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഒന്ന് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്, മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽക്കിഫിലിനാണ്. ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരസ്യമായി തന്നെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. നിജേഷ് അരവിന്ദ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാതി സംബന്ധിച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. ദുൽക്കിഫിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പ്രതികരിച്ചിരുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രതികരണങ്ങളിൽ ഇപ്പോൾ കോഴിക്കോട് DCC നടപടിയെടുത്തിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിക്കിനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. VS രഞ്ജിത്ത് വിശദാംശങ്ങൾ നൽകി. പാലക്കാട് CPIM വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് ആരോപണം ബലപ്പെടുത്തുന്ന നാമനിർദ്ദേശ പത്രിക പുറത്തുവിട്ട് മുസ്ലിം ലീഗ്. മണ്ണാർക്കാട് നഗരസഭയിലെ 1-ാം വാർഡ് കുന്തിപ്പുഴയിൽ വെൽഫെയർ പാർട്ടി പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സിദ്ദിഖ് കുന്തിപ്പുഴയെ CPIM അംഗമാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന് രേഖ. കുളർമുണ്ട CPIM ബ്രാഞ്ച് അംഗവും കുന്തിപ്പുഴ വാർഡിലെ താമസക്കാരനുമായ P അബ്ദുസമദാണ് നാമനിർദ്ദേശം ചെയ്തത്. ഒരു ഭാഗത്ത് സംസ്ഥാന LDFന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല, അതുപോലെ തന്നെ വർഗീയ പാർട്ടികളുമായ ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഘടനയാണ് LDF എന്ന് പറയുകയും, എന്നാൽ മണ്ണാർക്കാട് നഗരസഭയിൽ കൃത്യമായിക്കൊണ്ട് 1-ാം വാർഡ് കുന്തിപ്പുഴയിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച വ്യക്തിക്ക് കിട്ടിയത് 1 വോട്ടാണ്. തിരിച്ച് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ 179 വോട്ടുകൾ. ഇത് സമൂഹം ചർച്ച ചെയ്യപ്പെടും. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഇക്ബാൽ, നിർണായകമായ ഒരു തെളിവാണല്ലോ ലീഗ് പുറത്തുവിട്ടിരിക്കുന്നത്. മറുപടി ഉണ്ടോ CPIMന്? അതായത് ഈ കുന്തിപ്പുഴ വാർഡിൽ മത്സരിച്ചിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചുള്ള സിദ്ദീഖ് കുന്തിപ്പുഴയെ ഈ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രധാനമായും മണ്ണാർക്കാട് ആരോപിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. കുളർമുണ്ട CPIM ബ്രാഞ്ച് അംഗവും കുന്തിപ്പുഴ വാർഡിലെ താമസക്കാരുമായിട്ടുള്ള P അബ്ദുസമദാണ് ഇത്തരത്തിൽ ഈ വെൽഫെയർ പാർട്ടി പിന്തുണച്ചിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും മുസ്ലിം ലീഗ് ഇന്ന് മണ്ണാർക്കാട് വെച്ച് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക, അതായത് ഈ വെൽഫെയർ പാർട്ടി പിന്തുണച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള സിദ്ദീഖിന്റെ നാമനിർദ്ദേശ പത്രികയിൽ CPIM അംഗമായിട്ടുള്ള ഈ P അബ്ദുസമദ് ഉൾപ്പെടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ ഏതായാലും ലീഗ് പുറത്തുവിട്ടുള്ളത്. ഇതേ വാർഡിൽ CPIMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞത് 1 വോട്ട് മാത്രമാണ് അവിടെ ലഭിച്ചത്. ഇത്തരത്തിൽ വോട്ട് കുറഞ്ഞത് അവിടെ വലിയ രീതിയിൽ ഈ CPIM വെൽഫെയർ പാർട്ടിയുടെ കൂട്ടുകെട്ടാണ് എന്നുള്ളത് മുസ്ലിം ലീഗ് ആരോപിക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിൽ CPIM വെൽഫെയർ കൂട്ടുകെട്ട് വ്യക്തമാക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് തങ്ങൾ പുറത്തുവിടുന്നതെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഏതായാലും ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ ഇപ്പോൾ ഏതായാലും CPIM തയ്യാറായിട്ടില്ല. ഉടൻ തന്നെ ഈ വിഷയത്തിൽ CPIMന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെ, പാലക്കാട് CPIM വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് ആരോപണം ബലപ്പെടുത്തുന്ന നാമനിർദ്ദേശ പത്രിക പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.